2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുമ്പോൾ ഓരോ ദിവസത്തെയും സമഗ്ര തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. നവകേരള മാർച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് പ്രൗഢോജ്വല തുടക്കം. പ്രകാശ് കാരാട്ടാണ് പതാക കൈമാറി ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. We have seen Kerala going backwards, not forward. Today there are lakhs of people, rubber growers in Kerala, who are suffering from ruin and distress because of the sharp fall in the prices of rubber. We are seeing how the traditional industries, which employ lakhs of workers in coir, cashew, handloom, BD and so on, are also facing loss of their livelihood. ഇലക്ഷൻ കാലത്ത് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ അവർ കഴിഞ്ഞോ? 5 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച് ബഡ്ജറ്റുകളിൽ പറഞ്ഞ കാര്യം പോലും നടപ്പാക്കാത്ത സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു! വികസനം, കരുതൽ എന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്നവർ എന്ത് വികസനമാണ് ഉണ്ടാക്കിയത്? കരുതൽ, ആർക്കാണ് കരുതൽ ഉണ്ടായത്? കോൺഗ്രസിൻ്റെ മന്ത്രിമാർ, UDFൻ്റെ മന്ത്രിമാർ, അവരുടെ കരുതൽ മൂലധനം വർദ്ധിച്ചു, അവരുടെ കീശ വീർപ്പിച്ചു. ഇതാണ് കരുതൽ. സംസ്ഥാനത്തിൻ്റെ ധനം കരുതി വെക്കാൻ അവർ കഴിഞ്ഞില്ല. ഈ കേരളം ഇന്ന് 1,60,60,000 കോടി രൂപ കടമാണ്. മാർച്ചുകളുമായി അതോടൊപ്പം തന്നെ ജനകീയ അടുപ്പത്തിനായി പാർട്ടികളും മുന്നണികളും തയ്യാറെടുക്കുമ്പോൾ തന്നെ ഓരോ മണ്ഡലവും 2016 തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുന്നുണ്ട്. ആദ്യമായി കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം. 2016 കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിന് സജ്ജമാകുമ്പോൾ 2011 കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ പോൾ ചെയ്തത് 1,64,394 വോട്ട്. 82.19% വോട്ടാണ് 2011 കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. ഇത്രയും വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ തന്നെ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചത് 2011 കെ ദാസൻ, CPIMന്റെ കെ ദാസനാണ് വിജയിച്ചത്. അദ്ദേഹം നേടിയ വോട്ട് 64,374. കെ ദാസന്റെ 2011 ഭൂരിപക്ഷം 4,139. ഇദ്ദേഹത്തോടൊപ്പം തന്നെ 2011 മത്സരിച്ച പ്രമുഖർ KP അനിൽകുമാർ, അദ്ദേഹം നേടിയ വോട്ട് 60,235. അതോടൊപ്പം BJPയും 8,086 വോട്ട് 2011 കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്നും സ്വന്തമാക്കുകയുണ്ടായി TP ജയചന്ദ്രനിലൂടെ. ഈ പ്രമുഖരുടെയൊക്കെ ശതമാനം കണക്കാക്കുകയാണെങ്കിൽ കെ ദാസൻ 47.2, KP അനിൽകുമാർ 44.16, TP ജയചന്ദ്രൻ മാസ്റ്റർ BJP 5.93% വോട്ട് 2011. 2011 കണക്കുകളിൽ നിന്ന് 2016 എത്തുമ്പോൾ കൊയിലാണ്ടി മണ്ഡലത്തിന് മണ്ഡലത്തിൻ്റെതായ വികസന സ്വപ്നങ്ങളുണ്ട്. കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്നും മേഘ മാധവൻ. വികസനങ്ങളുടെ പട്ടികയിൽ ഏറെ നിരത്താനുണ്ട് കൊയിലാണ്ടി മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്. കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കിയ വികസന പദ്ധതികൾ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മുൻപോട്ട് വയ്ക്കുമ്പോൾ കൊയിലാണ്ടിയുടെ മുഖഛായ ഇടതുപക്ഷത്തിന് മാറ്റാൻ സാധിച്ചില്ലെന്ന വിമർശനമാണ് വലതുപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ അവകാശവാദങ്ങളും അതുതന്നെയാണ് 2016 കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ വ്യത്യസ്തമാക്കുന്നത്. പാർട്ടികളും മുന്നണികളും ഈ അവകാശവാദവും അതിന് എതിരായുള്ള നിലപാടുമായി ശക്തമായ പ്രചരണത്തിന് കൊയിലാണ്ടി മണ്ഡലത്തിൽ തുടക്കം കുറിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ മേഘ മാധവിന്റെ റിപ്പോർട്ടിലൂടെ. വികസനങ്ങളുടെ കാര്യത്തിൽ ഏറെ മുൻപന്തിയിലാണ് കൊയിലാണ്ടി നഗരസഭ. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക രംഗത്ത് കൊണ്ടുവരാൻ സാധിച്ച വികസന നേട്ടങ്ങൾ ഉയർത്തിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. കെ ദാസൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നിരവധി പുതിയ പദ്ധതികളാണ് കൊയിലാണ്ടിയിൽ പൂർത്തിയാക്കിയതും തുടങ്ങിവെച്ചതും. ഡീപ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ 2.3 കോടി ചെലവിൽ മുടക്കിയ പദ്ധതിയുടെ പ്രാഥമിക കെട്ടിടം കൊയിലാണ്ടിക്ക് സമർപ്പിച്ചു. 4 കോടി ചെലവിൽ മണ്ഡലത്തിലെ നഗരപരിധികളിലും ഒപ്പം തീരദേശ മേഖലകളിലും വെളിച്ചം വീശി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. അത് കൊയിലാണ്ടിക്ക് പുതിയൊരു മുഖം നൽകുന്നതായിരുന്നു. കഴിഞ്ഞ LDF മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന PK ശ്രീമതി ടീച്ചർ തറക്കല്ലിട്ട താലൂക്ക് ആശുപത്രി
അതിന്റെ അവസാന ഘട്ടത്തിലാണ്. തന്റെ വികസന നേട്ടങ്ങളെ ചെറിയ വാക്കുകളിൽ ഒന്നും ഒതുക്കാൻ സാധിക്കില്ല ജനപ്രിയനായ ഈ MLAക്ക്. ഇടതുപക്ഷ ഗവൺമെൻറ് ഉള്ളപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് ഒരു സമഗ്രത കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം. കൊയിലാണ്ടിയുടെ എല്ലാ ഭാഗങ്ങളിലും വികസനം ഒരേപോലെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ ചെയ്തിരുന്നത്. ആ നേട്ടങ്ങളുടെ തുടർച്ച മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ പരിമിതമായ ശേഷിക്ക് നിന്നുകൊണ്ട് സർക്കാരിൻ്റെ ഒരു പ്രതിപക്ഷ മെമ്പർ സ്ഥാനം MLA സ്ഥാനം എന്നുള്ളതുകൊണ്ടും ഭരണകക്ഷികളോട് വിവേചനപൂർണ്ണമായി പെരുമാറുമ്പോൾ തികച്ച അവഗണന കാണിക്കുന്ന ഒരു മണ്ഡലമായി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ പോലും ജനങ്ങളുടെ ഒരു സഹായത്തോടും പിന്തുണയോടും കൂടി ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ജനങ്ങളുടെ കൂടെ എത്തി ഈ കാര്യങ്ങൾ നിർവഹിക്കാനും എല്ലാവരുടെയും പിന്തുണ നേടാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ആത്മസംതൃപ്തിയിലാണ് എൻ്റെ കാലാവധിയിൽ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് ഞാൻ എത്തുന്നത്. എന്നാൽ കൊയിലാണ്ടിയുടെ മുഖഛായ മാറ്റുന്ന വികസന പദ്ധതികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. 10 വർഷക്കാലം കൊണ്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഭാവി തലമുറയ്ക്ക് ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ വികസനമായിരിക്കും. കൊയിലാണ്ടി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 1970-കളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഗവൺമെൻറ് കോളേജ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മുന്നേറ്റവും നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാലാകാലങ്ങളായി LDF-നൊപ്പം നിന്ന മണ്ഡലം എന്ന ചരിത്രം ഉള്ളതുകൊണ്ടും തങ്ങളുടെ കോട്ട തകർക്കാൻ സാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിൽ ഇടതുപക്ഷം നിൽക്കുമ്പോൾ കൊയിലാണ്ടിയിൽ നഗരവികസന കാര്യത്തിൽ MLA പരാജയമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസും BJPയും നടത്തുന്നത്. ചരിത്രത്തിലും കണക്ക് പുസ്തകത്തിലും ഇടതുമുന്നണിക്ക് ഏറെ മുൻതൂക്കം നൽകിയ മണ്ഡലം ആയതുകൊണ്ടുതന്നെ കൊയിലാണ്ടി മണ്ഡലം പിടിച്ചെടുക്കാൻ വലതുമുന്നണിക്ക് ഏറെ വിയർക്കേണ്ടി വരും. 2016-ലും കൊയിലാണ്ടി മണ്ഡലം ചുവക്കുമോ അതോ വലതുപക്ഷം കോട്ട തകർക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. കേരളം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ കൊയിലാണ്ടി മണ്ഡലം അതിന്റെ വികസനത്തിനൊപ്പം തന്നെ രാഷ്ട്രീയപരമായും മണ്ഡലത്തിന്റെ ചരിത്രത്തിലേക്കും വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് പാർട്ടികളും മുന്നണികളും കണക്കുകൂട്ടുന്നത്. കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്നും വീണ്ടും മേഘാമാധവൻ. കഴിഞ്ഞ 10 വർഷക്കാലമായി LDF-നൊപ്പം നിന്ന ചരിത്രമാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിന് ഉള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നുന്ന വിജയം LDF-ന് ആത്മവിശ്വാസം നൽകുന്നു. ചരിത്രമുറങ്ങുന്ന കാപ്പാടുൾപ്പെടെ നിരവധി പ്രദേശങ്ങളാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായി ഉള്ളത്. ഓരോ കണക്കുകൂട്ടലിനും ഈ ചരിത്രം തന്നെയാണ് അടിസ്ഥാനമാവുക. 2011-ൽ നിന്ന് 2016-ലേക്ക് എത്തുമ്പോൾ ഈ ചരിത്രത്തെ കൂട്ടുപിടിച്ച് തന്നെയാണ് മുന്നണികളും പാർട്ടികളും മത്സരവേദിയിൽ മാറ്റുരയ്ക്കുകയും. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി, കൊയിലാണ്ടി താലൂക്കിലെ ചേമഞ്ചേരി, ചെങ്ങോട്ടുകാവ്, മൂടാടി, പയ്യോളി, തിക്കോടി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം. 1954-ൽ രൂപീകൃതമായ മണ്ഡലം അന്നു മുതൽ 20 വർഷത്തോളം കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു. 1996-ലെ തെരഞ്ഞെടുപ്പിലാണ് മണ്ഡലത്തിൽ ആദ്യമായി ചെങ്കൊടി പാറുന്നത്. മുൻ MLA-യായ P. വിഷ്ണുവിലൂടെയായിരുന്നു അത്. 2001-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും മണ്ഡലം പിടിച്ചെടുക്കുന്നു. അഡ്വക്കേറ്റ് P. ശങ്കറിലൂടെയാണ് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിന്റെ ഭരണത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചെത്തുന്നത്. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കാര്യങ്ങൾ മാറിമറിയുന്നു. ഭരണത്തിൽ ഇരുന്ന് വികസന നേട്ടങ്ങൾ ഒന്നും ഉയർത്തിക്കാണിക്കാൻ സാധിക്കാത്ത കോൺഗ്രസ് ഭരണത്തിന് ആ തിരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. 18,424 വോട്ടുകൾക്ക് അന്നത്തെ MLA-ആയിരുന്ന P. ശങ്കറിനെ തോൽപ്പിച്ച് P. വിശ്വൻ MLA-ആയി വിജയിക്കുന്നു. അന്നു മുതൽ ചരിത്രം ഉറങ്ങുന്ന കാപ്പാടുൾപ്പെടെ പുസ്തകത്താളുകളിൽ നിറഞ്ഞുനിന്ന നിരവധി പ്രദേശങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കൊയിലാണ്ടി ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു നിന്നത്. വികസന വഴിയിലൂടെ 10 വർഷം നഗരസഭയെ നയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു 2011-ലെ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിട്ടത്. അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന K. ദാസന്റെ വഴികൾ അത് സുഗമവുമാക്കി. വികസനങ്ങളുടെ പട്ടികയിൽ നിരവധി പുത്തൻ ഏടുകൾ നിരത്തിയാണ് 2011-ലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ LDF നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ
കോൺഗ്രസിൽ തുടക്കത്തിലെ പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചായിരുന്നു KP അനിൽകുമാറിനെ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. ആ പ്രതിഷേധങ്ങൾ പരസ്യമായത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയും ഉണ്ടാക്കി. നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ മുൻപ് മികച്ച ഭരണം കാഴ്ചവെച്ച K ദാസന് ആ തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയൊന്നും ഉയർത്തിയില്ല. 4800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു K ദാസൻ MLA-യായി വിജയിക്കുന്നത്. BJP കാര്യമായ നേട്ടങ്ങൾ ഒന്നും ഉണ്ടാക്കാത്ത മണ്ഡലമായിരുന്നു കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം. 2006-നേക്കാൾ 2011 വോട്ടുകൾ കുറഞ്ഞത് BJPക്ക് വലിയ തിരിച്ചടിയാണ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയത്. 8300 വോട്ടുകൾ മാത്രമായിരുന്നു മണ്ഡലത്തിൽ 2011 BJP നേടിയത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 19,500 വോട്ടുകൾ നേടാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസം BJPയുടെ മണ്ഡലത്തിലെ നേതാക്കൾ പങ്കുവയ്ക്കുന്നു. നില മെച്ചപ്പെടുത്തി 35,000-ലധികം വോട്ടുകൾ 2016 നേടാൻ സാധിക്കുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. പയ്യോളി മേഖലയിലെ SNDP സാന്നിധ്യവും തങ്ങൾക്ക് കരുത്തു പകരുന്നതായും BJP അവകാശപ്പെടുന്നു. കോഴിക്കോടിന്റെ കലാസാംസ്കാരിക മണ്ഡലത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള കൊയിലാണ്ടി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുപക്ഷത്തിന് അത് മണ്ഡലത്തിൽ MLA-യുടെ വികസന പദ്ധതികളുടെ വിലയിരുത്തലും വലതുപക്ഷത്തിന് വലിയൊരു അഗ്നിപരീക്ഷയും കൂടിയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുതുപ്പള്ളി മണ്ഡലം തയ്യാറെടുക്കുമ്പോൾ 2011 പുതുപ്പള്ളി മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ട് 1,17,035. 74.54% 2011 വോട്ടിംഗ് ശതമാനം. പുതുപ്പള്ളിയിൽ 2011 വിജയിച്ചത് ഈ 74.54% പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ തന്നെ വിജയിച്ചത് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന്റെ വോട്ട് 69,922, ഭൂരിപക്ഷം 33,255. ഉമ്മൻചാണ്ടിയെ കൂടാതെ 2011 മത്സരിച്ച പ്രമുഖരെ കണക്കാക്കുകയാണെങ്കിൽ സുജാ സൂസൻ ജോർജ് CPIM വോട്ട് 36,667, P സുനിൽകുമാർ BJP 6,679, സജി K ചിറമൺ BSP 3,230 വോട്ടും സ്വന്തമാക്കുകയുണ്ടായി. ഇവരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം കണക്കാക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി 59.74, സുജാ സൂസൻ ജോർജ് 31.33, BJP 5.71, BSP സജി K ചിറമണിലൂടെ 2.76 വോട്ടും സ്വന്തമാക്കിയിരുന്നു. രണ്ടായിരത്തി 2011 നിന്ന് 2016 എത്തുമ്പോൾ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലം ഏതു തരത്തിൽ ചിന്തിക്കുന്നു? TP പ്രശാന്തിലേക്ക്. പുതുപ്പള്ളിയെക്കുറിച്ച് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ കോട്ടയാണെന്നാണ് UDFന്റെ അവകാശവാദം. പക്ഷേ അതിവേഗം മുന്നോട്ട് കുതിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്ത് വികസനത്തിന്റെ കാര്യത്തിൽ ബഹുദൂരം പിന്നിലാണ് പുതുപ്പള്ളി. കാർഷിക മേഖലയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞതും ചില റോഡുകളുടെ ടാറിംഗ് പൂർത്തിയാക്കാനായതുമെല്ലാമാണ് വികസനത്തിന്റെ മുഖമായി UDF ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം മണ്ഡലത്തിലെ ഒരാൾക്ക് പോലും തൊഴിൽ നൽകാൻ കഴിയുന്ന ഒരു വ്യവസായ സ്ഥാപനം പോലും കൊണ്ടുവരാൻ ജനപ്രതിനിധിക്ക് കഴിഞ്ഞില്ല എന്നുള്ള കടുത്ത ആരോപണമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. ഇനി പുതുപ്പള്ളിയിൽ എന്താണ് സംഭവിച്ചതെന്ന് പുതുപ്പള്ളിക്കാർ തന്നെ പറയട്ടെ. ആ പറച്ചിലായിരിക്കും 2016 വോട്ടായി മാറുകയും പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ. റിപ്പോർട്ടിലേക്ക് TP പ്രശാന്തിന്റെ. UDF സർക്കാരിന്റെ അമരക്കാരനായ ഉമ്മൻചാണ്ടിയുടെ സ്വന്തം മണ്ഡലമാണ് പുതുപ്പള്ളി. ദേശീയ നിലവാരത്തിലുള്ള KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ശ്രീനിവാസ രാമാനുജം ബേസിക് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പുതുപ്പള്ളി മണ്ഡലത്തിലെ ഭരണനേട്ടമായി UDF ഉയർത്തിക്കാട്ടുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യ മേഖലയിലും മണ്ഡലത്തിൽ തൃപ്തികരമായ പ്രവർത്തനങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ജോഷി ഫിലിപ്പ് പറയുന്നു. LKG മുതൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വരെ കുട്ടികൾക്ക് ലോക നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാകത്തക്ക വിധത്തിലുള്ള സ്ഥാപനങ്ങൾ ഇന്ന് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലുണ്ട്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ ഒരു എടുത്തു പറയത്തക്ക നേട്ടം പ്രധാനമായിട്ടും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അടിസ്ഥാന സൗകര്യ വികസനം പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം 8 മീറ്ററുള്ള മുഴുവൻ റോഡുകളും പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മുന്നേറ്റം ആ വിധത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ ആരോഗ്യമേഖലയിൽ പാമ്പാടി താലൂക്ക് ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. വാകത്താനം, അയർക്കുന്നം എന്ന 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. മീനടത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ആയുർവേദ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂരോപ്പടിയിലും ആയുർവേദ ആശുപത്രിക്ക് വേണ്ട 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കെട്ടിടം പണി നടക്കുന്നു. അങ്ങനെ അടിസ്ഥാന വികസന രംഗത്തുള്ള വലിയ ഒരു മുന്നേറ്റം
പ്രത്യേകം നമുക്ക് എടുത്തു പറയാൻ പറ്റും. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മികച്ച നേട്ടമുണ്ടാക്കിയെന്ന അവകാശവാദം UDF നേതാക്കൾ ഉയർത്തുമ്പോൾ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാക്കനിയാണ്. പണം വാങ്ങി കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പുതുപ്പള്ളിക്കാരനായ കുഞ്ഞുമോന്റെ വാക്കുകൾ. വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. പുതുപ്പള്ളി കൊടൂരാറ്റിൻ്റെ തീരത്തുനിന്ന് പൈപ്പിലടിച്ച് വരുന്ന വെള്ളമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞങ്ങളിപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്നില്ല. അത് മറ്റു ആവശ്യങ്ങൾക്ക് പാത്രം കഴുകുന്നില്ല, കുളിക്കാൻ പോലും കൊള്ളത്തില്ല. പിന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടുകാർ 100-700 വീട്ടുകാർ മാസം 100 രൂപ കൊടുക്കണം. 46 വർഷക്കാലം മണ്ഡലത്തിന്റെ പ്രതിനിധിയായി സംസ്ഥാന അധികാര രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനങ്ങൾ വഹിച്ചിട്ടും സ്വാഭാവികമായ ചില വികസന പ്രവർത്തനങ്ങൾ നടത്തിയതല്ലാതെ സമീപ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പുതുപ്പള്ളിയുടെ പൊതുവികസനത്തിൽ ഇടപെടാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് LDFന്റെ വിലയിരുത്തൽ. CPIM നേതാവ് അഡ്വക്കേറ്റ് റജി സക്കറിയ. എന്തെല്ലാം അവകാശവാദങ്ങൾ UDF ഉന്നയിച്ചാലും അടിസ്ഥാന മേഖലയടക്കം വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനം കുടിവെള്ളം. MLA ഫണ്ട് അത് വേണ്ടെന്ന് വെച്ചാൽ പോലും ഇവിടെ വിനിയോഗിച്ചേ പറ്റും. അത്തരം വിനിയോഗങ്ങൾ ഒഴിച്ചാൽ ഈ പറയുന്ന ഒരു നല്ല മുന്നേറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ പുതുപ്പള്ളി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് പാമ്പാടി. അത് താലൂക്ക് ആശുപത്രി എന്നാണ് അറിയപ്പെടുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഈ ശബരിമലയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന NH നിരവധി അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പാമ്പാടി വന്നാൽ ഒരു ആംബുലൻസ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ അനങ്ങുന്ന ആംബുലൻസ് പോലുമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം ഇവരെടുത്ത് പറയുന്നു. ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, എത്ര വർഷം മുമ്പ് തുടങ്ങിയതാണ്. അതും ചൂണ്ടിക്കാണിച്ച് വീണ്ടും അതിൻ്റെ ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ 25ാം വാർഷികം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നതല്ലാതെ പുതിയ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആധുനിക കാലത്തെ സംവിധാനങ്ങളെ സമന്വയിപ്പിക്കുന്ന നല്ലൊരു വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഉതകുന്ന അക്കാഡമിക് നിലവാരമുള്ള സ്ഥാപനങ്ങളൊന്നും പുതുതായി ഇവിടെ ആരംഭിച്ചിട്ടില്ല.